ഡിഷും മാത്രം ഞാൻ ചെയ്യാറില്ല. ഇത് കുടിക്കാൻ മേലോട്ടല്ലേ എന്ത് കാണിക്കുന്നത്? മുറി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് നമ്മുടെ. കൈ കാണിക്കും. ബീഫ് വരട്ടിയത്. ഹേ ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് തേൽസ് ബൈ ഹന്ന. ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നൊരു വ്ലോഗാണ്. അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത്. 3:40ക്കുള്ള ട്രെയിന് കയറാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ്. എവിടെ നിന്നാണ് ഷാന വന്നത്? പെരുമ്പാവൂർ നിന്ന് വന്നതാണ്. പക്ഷെ ഞങ്ങൾ 2 ബസ്സിലാണ് വന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് മീറ്റ് ചെയ്തു. ഞങ്ങളുടെ ട്രെയിന് വേണ്ടി കാത്തിരിക്കാണ്. ഡിഷും മാത്രം ഞാൻ ചെയ്യാറില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ നടക്കുവാണ്. ഭയങ്കര വെയിലുണ്ട്. എന്തു കാണിക്കുന്നത്? തിരക്കാ ഗൈസ്. ട്രെയിന് വേണ്ടി നമ്മൾ ഓടുന്നു. തിരക്കാണ്, നമ്മൾ പെട്ടു. ഷഹന എന്തെങ്ങനെ പമ്മി ഇരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പുറത്തെ ഒരാൾ സൈഡ് സീറ്റ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ വെയിലാണ്. ഇപ്പുറത്തെ ഒരാൾ സൈഡ് സീറ്റ് ഇങ്ങനെ ചുമ്മാ ഇരിപ്പുണ്ട്. പുള്ളിയുടെ അടുത്ത് നിന്ന് ചോദിക്കാനുള്ള മടിയുണ്ട്. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്. നീ ആരാ? ഗൈസ്, എന്നെ ചതിച്ച് ഫാത്തിമ. അവള് വെയിലില്ലാത്ത സ്ഥലം എടുത്ത്. നമ്മളിപ്പോൾ കയറി കഴിഞ്ഞാൽ ട്രെയിൻ ഓൾറെഡി ഡിലേ ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തായിരിക്കും ഇത് കായംകുളത്ത് എത്തുക. സോ അതുവരേക്കും നമ്മൾ ഭയങ്കര പോസ്റ്റാണ്. ചുമ്മാ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായി. എന്താ കാണിക്കുന്നത്? ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ ട്രെയിനിലെ എൻജോയ്മെന്റ്. പഠിച്ച് താഴെ ഇടണം. ഇതൊക്കെയാണ് ട്രെയിനിലെ എൻജോയ്മെന്റ്സ്. ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനില്ല. യാത്ര പുരോഗമിക്കുന്നു. നോമ്പെടുക്കുന്നത് കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഒരു മാംഗോ ജ്യൂസും കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു. കാരണം എന്തായാലും അത്രയും നേരം നമുക്ക് വിശന്ന് പോകാൻ പറ്റില്ല. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സാധനം ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ട്രെയിനിൽ ഇരുന്ന് തന്നെ ഫിനിഷ് ചെയ്ത് വിശപ്പൊക്കെ തൽക്കാലത്തേക്കൊന്ന് അടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നോമ്പ് മുറി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ട്രെയിൻ ഇവിടെ തിരിച്ചിട്ടേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കായംകുളം. നമ്മൾ കായംകുളത്ത് ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ ഷഹന കരുനാപ്പിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ പിന്നെ വീഴുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പിന്നെയും കാണും. ഓക്കെ, നാളെ കാണാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ വ്ളോഗ് ഓൾമോസ്റ്റ് എൻ്റെ ആണ്. ഇനി എൻ്റെ കസിൻസൊക്കെ നോക്കാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ആഡ് ചെയ്യാം. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിനെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത്ര ലോങ് ഹെക്റ്റിക് യാത്ര. ഇത് നിന്റെ വീടായിരുന്നോടാ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നമുക്കിവിടെ ആദ്യം തന്നെ നമ്മുടെ സ്പ്രേ വെച്ച് സ്വീകരിക്കാം. കൈ കാണിക്കും. അടിച്ച്. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞ് വന്നേക്കുന്ന കോലമാണ്. ഇത്ര ആൾക്കാരാണ്, കണ്ടോ? അയ്യോ, ഒരു വണ്ടി ആൾക്കാർ. ഞങ്ങൾ ഇതിനകത്ത് എവിടെ ഇരിക്കും? ഡ്രസ് എടുക്കാൻ എവിടെ പോകുന്നത്? മാക്സോ ട്രെൻസോ മെഹന്തി വാങ്ങിച്ചിട്ട് വന്നു. ഇതൊക്കെ എന്റെ കസിൻസ് ആണ്, എന്റെ പരട്ട കസിൻസ്. ഹായ് 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 പറയൂ. ഹലോ 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 ഹലോ. ഞാനൊരു ബ്ലോഗറാണ്. എന്റെ എന്റെ എന്താ യൂട്യൂബിന്റെ നെയിം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ ഒരു നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അബ്ദുള്ളക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഒരാഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം എന്നാണ്. നമുക്ക്
2 പാക്ക് ഫാഷൻ ട്രങ്കിൻ്റെ വാങ്ങിച്ചു കൊടുക്കാം. ഒരെണ്ണം താഴെ വീണു ഗൈസ്. അതുള്ള പാവം അവൻ വിജൃംഭിച്ചു പോയി. വേറെ തൊപ്പിയുണ്ട്. തന്നെ എനിക്ക് തൊപ്പി വെച്ച് തന്നെ എനിക്ക് തിരിഞ്ഞിരിക്കട്ടെ, എനിക്ക് നേരെ വൈകിട്ട് പിള്ളേരാണ്. തിരിവായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞ പിള്ളേരാണ് കാണിക്കുന്നുണ്ട്. വയ്യാത്ത കൊച്ച് കണ്ണാടി ഇട്ട ഞങ്ങളുടെ ചാറ്റിംഗ് അതുള്ള എനിക്ക് എന്റെ ടെഡി ബെയർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്, അത് കൊള്ളാല്ലേ. ഞങ്ങളുടെ ചാറ്റിംഗ് ഇതെങ്ങനെ ഉണ്ട് കൽക്കിന്ന് അബ്ദുള്ള. ഓക്കെ ഗൈസ്, അസ്നായെ കൊണ്ട് ഇത്രയും ഐറ്റംസിൻ്റെ നമ്മൾ ബില്ലടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അവസാനം നമ്മൾ കിഡ്സിന്റെ സെക്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നൈസ്. ആക്ച്വലി നമ്മളിപ്പോൾ 9 to 10 ഇയേഴ്സിലേക്കുള്ള ഡ്രസ്സാണ് ഈ കൊച്ചിന് വേണ്ടി നോക്കുന്നത്. ഈ കൊച്ചിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാം. എനിക്ക് എത്ര വയസ്സുണ്ട്? 22 ഇയേഴ്സ് ഉള്ള കൊച്ചിന് 9 to 10 ഇയേഴ്സിലെ ഡ്രസ്സാണ് നോക്കുന്നത്. ഗൈസ്, നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്തു ഗൈസ്. കയ്യിലുള്ള സാധനം മഴയാ. കൈ നിറയെ സാധനങ്ങളുമായിട്ട് പോവുകയാണ്. ഗൈസ് കണ്ടോ, ഹന്ന എനിക്ക് വാങ്ങിച്ചു തന്നില്ല. എന്തോരം വിഷമമെന്നറിയോ. മഴയാ. ചമ്പളോട് കാണിച്ചു, അങ്ങോട്ട് കേറാമോ? അതിന്റെ ഫോൺ കാണാം. ഗൈസ്, നമ്മള് ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളതാ വീട്ടിലെത്തി. നമുക്ക് ബീഫ് വരട്ടിയത്, കറി ഉണ്ട്, റോട്ടി ഉണ്ട്, മത്തി ഫ്രൈ ഉണ്ട്, ചിക്കൻ ഇല്ല, ചക്ക. ഇവിടെ ഒരു സെറ്റ് സാധനങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കഴിച്ചു തീർത്തു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരു പെട്ടി സാധനം പൊട്ടിക്കാനുണ്ടായിരുന്നു. ഒരാളിവിടെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായതുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ആ പെട്ടി പൊട്ടിക്കലിന്റെ സീൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പെട്ടി പൊട്ടിക്കലാണ്. പെട്ടി പൊട്ടിക്കുന്നത് കുണുവാവ. ഇവിടെ ഞാൻ പൊട്ടിച്ച വരുന്നു. അപ്പോൾ ഞങ്ങൾ ബോക്സൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും കൊടുത്തു. ആൻഡ് ഇതോടുകൂടി നമ്മുടെ വ്ലോഗ് അവസാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കിട്ടു. ബൈ.